അപ്പോൾ ഇന്ന് 27 ജനുവരി നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. ഇന്ന് നമ്മൾ തന്ന ലെവൽസ് എല്ലാം മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തോ എന്നൊന്ന് പെട്ടെന്ന് പരിശോധിക്കാം. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നമ്മൾ തന്ന ലെവൽസായ 25,169, 25,044 ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മാസീവ് സെൽ ഓഫ് ക്യാൻഡിലായിരുന്നു. അപ്പോൾ ഇന്ന് നിഫ്റ്റി ഫ്യൂച്ചറിൽ ഒരു മൈനർ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ആ ഗ്യാപ്പ് അപ്പ് സെൽ ഓഫ് ആയിപ്പോയി. എന്നിട്ട് ആ സെൽ ഓഫ് വന്ന് നിന്നത് 24,961 എന്ന് നമ്മൾ പറഞ്ഞ ലെവലിൽ തന്നെയാണ്. അവിടെയാണ് ഈ മാർക്കറ്റ് വന്ന് സ്റ്റോപ്പ് ചെയ്തത്. എന്നിട്ട് ഒരു ഷോർട്ട് കവറി ഉണ്ടായ പോലുള്ള ഒരു വി ഷേപ്പ് റിക്കവറി ആയിരുന്നു. എന്നിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു മാർക്കറ്റ്. 25,169 എന്ന് പറഞ്ഞ ലെവലിൻ്റെ ഒരു ഫേക്ക് ബ്രേക്കൗട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല, വീണ്ടും ഫോൾ ചെയ്യുമായിരുന്നു. ഇത്തവണത്തെ ഫോള് ഡേ ലോ വരെ പോയില്ല. അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നമ്മൾ മാർക്ക് ചെയ്ത ഒരു വേറൊരു ലെവലായിരുന്നു 24,990. അവിടെ വരെയാണ് മാർക്കറ്റ് പോയത്. അവിടുന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മേലോട്ട് പോകുമായിരുന്നു. ഇത്തവണ വന്ന റിവേഴ്സിൽ പോയി നിന്നത് നമ്മൾ ആദ്യം ഫേക്ക് ബ്രേക്കൗട്ട് തന്ന ലെവലായ 25,169 തന്നെയാണ്. ഇത്തവണയും അവിടുന്ന് മാർക്കറ്റ് റിജക്റ്റ് ആവുകയാണ് ഉണ്ടായത്. പിന്നെ അവിടുന്ന് ഒരു റേഞ്ച് ബൗണ്ടായിട്ട് കളിക്കുകയായിരുന്നു. കാര്യം പ്രീവിയസ് ഡേ വിവാപ്പിൻ്റെയും കറണ്ട് ഡേ വിവാപ്പിൻ്റെയും ഇടയിൽ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വീഴുമായിരുന്നു. പിന്നെ അന്ന് മാർക്കറ്റ് 25,044 സപ്പോർട്ട് എടുക്കാൻ വന്നത്. ശരിക്കും 25,044 താഴെ വരെ വന്നായിരുന്നു. കാര്യം അത് സ്പോട്ടിൽ 25,000 വരെ. അവിടെ നിന്നാണ് പിന്നെ മാർക്കറ്റ് അതിൻ്റെ ഫൈനൽ റിക്കവറി നടത്തിയത്. ഫൈനൽ റിക്കവറി സ്പോട്ടിൽ ക്ലോസ് ചെയ്തത് 25,200 ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ ക്ലോസ് ചെയ്തത് 25,173 അതും നമ്മൾ വരച്ച ലെവലിൻ്റെ തൊട്ട് മുകളിലാണ്. 25,169 നമ്മുടെ ലെവലായിരുന്നു. ഒരു ഹെവി വോളട്ടൈൽ ഡേ ആയിരുന്നു, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് വീക്ക്ലി എക്സ്പയറി. എന്നിരുന്നാലും നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസ് എല്ലാം മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം നമുക്കിന്ന് നല്ല ട്രേഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് മനസ്സിലാക്കുക, ഈ അനാലിസിസ് ചെയ്യുന്നത് വോളിയം പ്രൊഫൈലിൻ്റെ ബേസിസിലാണ്. നമുക്ക് നിഫ്റ്റിയുടെ വോളിയം അവൈലബിൾ ആയിട്ടുള്ളത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്. അപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്നതെല്ലാം നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്, സ്പോട്ട് ചാർട്ടിലല്ല. ഫ്യൂച്ചർ ചാർട്ടും നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടും ഈ രണ്ടും ഒരുപോലെ വരുന്നത് മന്ത്ലി എക്സ്പയറിയുടെ സമയത്താണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 18 ജനുവരി നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത് 25,750. ഇനി നമ്മൾ ഇൻഡെക്സ് ചാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും 18 ക്ലോസിംഗ് വന്നത് 25,699. അതായത് ഒരു 50 പോയിൻ്റ് വ്യത്യാസമുണ്ട്. നമസ്കാരം, നിഫ്റ്റി പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 28 ജനുവരിയിലെ പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ഡേ ആയിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 25,000 എന്ന് പറഞ്ഞ ലെവൽ സ്പോട്ടിൽ റീടെസ്റ്റ് ചെയ്തിട്ടാണ് ഇന്ന് സ്പോട്ടിൽ 25,200 ക്ലോസ് ചെയ്തത്. നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലാണ്. കാരണം വോളിയം പ്രൊഫൈലാണ് നമ്മുടെ അനാലിസിസിൻ്റെ ബേസിസ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ചാർട്ടിൽ വോളിയം പ്രൊഫൈലിൻ്റെ റിലേറ്റീവ് വോളിയം പ്രൊഫൈൽ അനാലിസിസിലോട്ട് നമുക്ക് ആദ്യം പോവാം. 23-ാം തീയതി ഫോം ചെയ്തത് ഒരു ബി ഷേപ്ഡ് വോളിയം പ്രൊഫൈലാണ്. ഇന്ന് ഫോം ചെയ്തത് ഒരു ക്യാപിറ്റൽ ലെറ്റർ പി ഷേപ്ഡ് വോളിയം പ്രൊഫൈലാണ്. അതിൻ്റെ POC വരുന്നത് അതിൻ്റെ മേളിലാണ്. ഇത് സാധാരണ ഒരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് വരുമ്പോൾ ഫോം ചെയ്യുന്നൊരു പ്രൊഫൈലാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത പോലെ മാർക്കറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു സെൽ ഓഫ് ആയിരുന്നു. അപ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് ഈ ലെവൽസ് വിസിറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് ഗ്യാപ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചർ ചാർട്ടിൽ. ആ ഗ്യാപ്സൊക്കെ ഇന്ന് ഫില്ല് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വരച്ച ആ ചാർട്ട് നോക്കി അറിയാം. ആ ചാർട്ടിൽ ഞാൻ മാർക്ക് ചെയ്തിരുന്നു, അവിടെ ഗ്യാപ്പുള്ള ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവൽസ് എല്ലാം മാർക്കറ്റ് ഇന്ന് വന്ന് ഫില്ല് ചെയ്തായിരുന്നു. അപ്പോൾ ഈ അനോമലീസ് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വോളിയം പ്രൊഫൈലും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് പോസിറ്റീവ് ന്യൂസ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം ട്രേഡ് എഗ്രിമെൻ്റ് ആയാലും പിന്നെ അതുപോലെ ഇറാൻ്റെ വാർ അത് ഒഴിവായിട്ടുണ്ട് ഏകദേശം. അപ്പം അങ്ങനത്തെ ഒരു അൺസർട്ടനിറ്റി ഇപ്പം കാണുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു താൽക്കാലികമായിട്ടാണെങ്കിലും ഈ ബെയറിഷ് സെൻറ്റിമെൻറ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് നിഫ്റ്റി ഒരു ബൈ ഓൺ ഡിപ്സ് എന്ന് പറഞ്ഞ റേഞ്ചിൽ എത്തി എന്നല്ല. നിഫ്റ്റി ടെക്നിക്കലി ഇപ്പോഴും സെൽ ഓൺ റൈസ് എന്ന് പറഞ്ഞ മേഖലയിൽ തന്നെയാണ്. അപ്പം നമുക്ക് സമയമായിട്ടില്ല, പക്ഷേ ഒരു ചെറിയൊരു പോസിറ്റിവിറ്റി ഇന്ന് കണ്ടു എന്ന് മാത്രം. ഇപ്പം നമ്മളൊരു പ്ലാൻഡ് ട്രേഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 23-ാം തീയതിയിലത്തെ POC നമ്മളെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ
വരുന്നത് 27-ാം തീയതിയിലൊരു ലോ വോളിയം ഏരിയ നോഡിലാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു റീടെസ്റ്റ് വരുന്ന സമയത്ത് ഒരു റിവേഴ്സൽ ട്രേഡ് നോക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ട്രേഡിൻ്റെ ടാർഗറ്റായിട്ട് വെക്കേണ്ടത് 27-ാം തീയതിയിലത്തെ POC ആണ്. ആ POC ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ റീടെസ്റ്റിന് നമുക്ക് ലോങ്സ് വീണ്ടും നോക്കാം. അതല്ലെങ്കിൽ ആ POCയുടെ അവിടെ നിന്ന് വീണ്ടും റിവേഴ്സ് താഴത്തോട്ട് നോക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പ്രീ മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന ഒരു ട്രേഡ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ട്രേഡ് നമ്മൾ ടെക്നിക്കൽ സെറ്റപ്പ് ഓർഡർ ഫ്ലോയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് ലെവൽസിലോട്ട് വരാം. അപ്പം 27-ാം തീയതിയിലത്തെ പ്രൊഫൈൽ നോക്കി നമുക്ക് ലെവൽസ് എടുക്കാം. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം നിഫ്റ്റിയുടെ ഫ്യൂച്ചറാണല്ലോ ചെയ്യുന്നത്. അപ്പം ഫ്യൂച്ചർ എക്സ്പയർ ആവുന്നത് മന്ത്ലി കോൺട്രാക്റ്റാണ്. അപ്പോൾ നമ്മളിനി ഇന്നത്തെ ഈ മാസത്തെ ഫ്യൂച്ചർ ഇവിടെ അവസാനിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇനി എടുക്കാൻ പോകുന്നത് നിഫ്റ്റിയുടെ ഫെബ്രുവരി മന്തിലെ ഫ്യൂച്ചറാണ്. അപ്പോൾ നമ്മളിപ്പം ഇനി ലെവൽസ് ഇപ്പം മാർക്ക് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി മന്തിലെ ഫ്യൂച്ചറാണ്. ഞാനിപ്പോൾ അതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്, നിഫ്റ്റി ഫെബ്രുവരി 2026. ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമുക്ക് കണ്ടിന്യൂസ് ഫ്യൂച്ചറിൽ തന്നെ നോക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് ലെവൽസ് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഞാനിനി ഈ മാസം നമ്മൾ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്യുന്നത് ഈ ഫെബ്രുവരി ഫ്യൂച്ചർ ചാർട്ടിലായിരിക്കും. അപ്പം ഞാനിനി ഈ ഡ്രോയിങ് ഓപ്പൺ ആക്കിയിടാം. അപ്പം ഈ കാണുന്നതാണ് ലൈൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എല്ലാം നിങ്ങൾക്ക് മാർക്ക് ചെയ്തിടാം. വീഡിയോ വേണമെങ്കിൽ ഇത് പോസ് ചെയ്തിട്ട് ലെവൽസിൽ എടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഫുൾ ചാർട്ട് വേണമെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ ലിങ്കും അതുപോലെ ചാർട്ടും ഞാൻ രാവിലെ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുന്നേ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കമൻസിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നമ്മൾ സാധാരണ OA അനാലിസിസും ഗാമ എക്സ്പോഷർ അനാലിസിസും പറയാറുണ്ട്. ഇപ്പം മന്ത്ലി എക്സ്പയറിയും വീക്ക്ലി എക്സ്പയറി ഒക്കെ ആയ കാരണം അപ്പം OA നോക്കുന്നതിൽ വലിയ കാര്യമില്ല. കാര്യം OA മന്ത്ലി ആയാലും വീക്ക്ലി ആയാലും എല്ലാം പൊസിഷൻസൊക്കെ ബിൽഡപ്പ് ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഇതെല്ലാം നോക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പം നാളത്തെ OAയും ഗാമ എക്സ്പോഷറും ഞാൻ ലൈവായിട്ട് ഗ്രൂപ്പിലിട്ടേക്കാം. അപ്പോൾ നമുക്ക് അവിടുന്ന് അനലൈസ് ചെയ്യാം. കാര്യം മാർക്കറ്റ് പ്രോഗ്രസ് ചെയ്യുന്ന കണക്ക് നമുക്ക് അനലൈസ് ചെയ്യാം എങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.